ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ അടിയന്തരമായി എന്നെ കാണണമെന്ന് പറഞ്ഞത്? ചാക്കോച്ചൻ്റെ കേസിനെ പറ്റി സംസാരിക്കാനാണ്. രവീന്ദ്രൻ ക്ഷമിക്കണം, ഞാൻ ഈ കേസിനെ ബാധിക്കുന്നു. എന്ത്? ഐ ആം സോറി. ഈ കേസ് നടത്താൻ ഇനി എന്നെ കൊണ്ടാവില്ല. വക്കീൽ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിചാരണയുടെ സമയമെടുത്തപ്പോൾ ഇങ്ങനെ പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വക്കീൽ എന്താ പറ്റിയത്? ആവശ്യപ്പെട്ട ഫീസെല്ലാം ഞാൻ തന്നില്ലേ? ഓരെങ്കിലും ഇനിയും തരാം. തന്ന ഫീസെല്ലാം ഞാൻ തിരിച്ചു തരാൻ തയ്യാറാണ്. പിന്നെന്താ കാരണം? ഇന്നലെ കണ്ട വക്കീലല്ലത്. ഇത്ര പെട്ടെന്ന് ഈ മാറ്റം എന്താ പ്രശ്നം? എന്താണെങ്കിലും പറയും, നമുക്ക് പരിഹരിക്കാം. നമുക്കെതിരെ പുതിയ തെളിവുകൾ എന്തെങ്കിലും കിട്ടിയോ? അത് നമ്മുടെ കേസിനെ ക്ഷീണപ്പെടുത്തുമോ? കേസ് ജയിക്കില്ല എന്ന തോന്നലുണ്ടോ? അയാളുടെ വക്കീലാരാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങനൊരു വക്കീലില്ല. പിന്നെ എന്താ പ്രോബ്ലം? കേസ് വാദിക്കാൻ എൻ്റെ മനസ്സ് സന്നദ്ധമാകുന്നില്ല. അതാണ് എൻ്റെ പ്രോബ്ലം. അതിനൊരു റീസൺ വേണ്ടേ? വക്കീൽ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു. ഇല്ല, പറയാം. കോടതിയിൽ ഈ സോമനാഥ് പരാജയപ്പെടാതിരിക്കാൻ ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോർത്തിയെടുക്കാൻ ഇന്നലെ സന്ധി കഴിഞ്ഞപ്പോൾ മറ്റാരും അറിയാതെ ഞാൻ പരമരഹസ്യമായി ചാക്കോച്ചൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് ഉണ്ടായത് പറയാം. ഇതാണ് എൻ്റെ പ്രോബ്ലം. ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നു. ഇതുതന്നെയായിരുന്നു ചിന്ത. എൻ്റെ കണക്കൂട്ടലുകൾ ആകെ തെറ്റിപ്പോയി. ഞാൻ വീറോടെ കേസ് വാദിച്ച് ജയിക്കുക എന്ന് വെച്ചാൽ ഗതിയില്ലാത്ത ആ പാവങ്ങളെ കുടിയിറക്കുക എന്നാണ് അർത്ഥം. അതിന് മനസ്സ് വരുന്നു. അതുകൊണ്ട് രവീന്ദ്രൻ ഈ കേസ് മറ്റേതെങ്കിലും വക്കീലിൽ ഇതാണ് എഴുതി വാങ്ങിയ പ്രോനോട്ട്. ഇത് ആധാരത്തിൻ്റെ കെട്ട്. എൻ്റെ അവസ്ഥ രവീന്ദ്രൻ മനസ്സിലാക്കണം. അതാ ആ ചാക്കോച്ചി ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ടോ? എന്തിനാണോ ഞാൻ ഇന്നലെ ചെന്നത്? അയാൾ മനസ്സിലാക്കിയോ? ആരെങ്കിലും പറഞ്ഞറിഞ്ഞു? എന്തായാലും രവീന്ദ്രൻ അല്പനേരം ആ മുറിയിൽ പോയി. ഇവിടെ വെച്ച് നിങ്ങൾ പരസ്പരം കാണാം. വരുന്ന എന്തിനായാലും ഞാൻ വേഗം പറഞ്ഞു വിടാം. ആ എന്താ? എന്നെ അറിയുമോ? ഞാൻ ചാക്കോച്ചി. എനിക്കെതിരെ കേസ് വാദിക്കുന്നത് അങ്ങോന്നാണ്. അതെ, എന്താ വേണ്ടത്? ഒരപേക്ഷയുണ്ട്. അങ്ങോന്ന് കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ കേസ് 2 മാസം ഒന്ന് നീട്ടിക്കിട്ടിയ ഉപകാരമായിരിക്കും. മഴക്കാലമാണ് വരുന്നത്. അത് കഴിഞ്ഞ ഞങ്ങൾ ഇറങ്ങി പൊക്കോളാം. എനിക്ക് വക്കീലൊന്നുമില്ല. നേരിട്ട് ഇവിടെ വന്ന് പറയാമെന്ന് വെച്ചത് അതുകൊണ്ടാ. നടത്തി തരില്ലേ? രവീന്ദ്രൻ മുതലാളിയോട് ഇതൊന്നും പറയണ്ട. നമ്മൾ തമ്മിൽ അറിഞ്ഞാ മതി. മഴക്കാലം കഴിഞ്ഞ് എവിടെ പോകും? അങ്ങനെ പോകാനായിട്ട് ഏതെങ്കിലും പുറംപോക്ക് അന്വേഷിക്കണം. അല്ലെങ്കിൽ അനാഥാലയം.
ബന്ധുക്കളായി മറ്റാരുമില്ലേ? മിടുക്കനായ ഒരു മോനുണ്ടായിരുന്നു. അവൻ വഴിയായിട്ട് ഞങ്ങളുടെ കടബാധ്യതകൾ മുഴുവൻ വന്നത്. ഞങ്ങളുടെ മോനും ഗൾഫിൽ നിന്ന് വന്ന കൂട്ടുകാരനും കൂടി ഒരു ബിസിനസ് തുടങ്ങി. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനായിട്ട് ഞങ്ങളുടെ വലിയൊരു പറമ്പിന്റെ ആധാരം പണയപ്പെടുത്തി. മോനൊരു കാർ അപകടത്തിൽ മരിച്ചു. ക്രമേണ ബിസിനസ് പൊളിഞ്ഞു. കൂട്ടുകാരൻ ബാങ്കിൽ പണമടച്ചില്ല. പറമ്പ് ജപ്തി ചെയ്തു ബാങ്കുകാർ കൊണ്ടുപോയി. പിന്നീട് മോന്റെ വേറെ ചില കടക്കാർ വന്ന് രേഖകൾ കാണിച്ചു. സത്യമാണെന്ന് മനസ്സിലായപ്പോ ഒഴിഞ്ഞു മാറാൻ പോയില്ല. സ്വന്തം മോനല്ലേ. മോന്റെ കടം ഞാൻ ഏറ്റെടുത്തു. രവീന്ദ്രൻ മുതലാളിയെ സമീപിച്ചത് അങ്ങനെയാ. കിടപ്പാടമില്ലെങ്കിലും കടങ്ങളൊക്കെ തീർന്നു എന്ന സമാധാനത്തോടെ ഇറങ്ങിപ്പോകാം. ഇവിടെ ഉണ്ടായിരുന്നോ? അല്പം മുമ്പ് വന്നതാ. ഞാൻ പോകട്ടെ വക്കീലെ. ഇവിടെ എന്റെ രേഖകൾ. ഇതാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യും. എല്ലാം കേട്ടു, എല്ലാം മനസ്സിലാക്കി. ഈ കേസ് ഇവിടെ വെച്ച് തീരട്ടെ. ഇതല്ലേ നിങ്ങൾ ഒപ്പിട്ടുന്ന പ്രോനോട്ടുകൾ? അതെ. വക്കീലെ, കേസ് തീർന്നു. എല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് മരിച്ചാലും ഞാൻ മറക്കില്ല. രണ്ടു പേർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. സന്തോഷമായില്ലേ? നല്ലത് വരട്ടെ. എടോ, തൻ്റെ ഈ വലിയ മനസ്സിന്റെ മുമ്പിൽ ഞാൻ കൊച്ചായ. വക്കീല് വളരെ ടച്ചിങ് ആയി എല്ലാം വിവരിച്ചപ്പോ ഞാൻ വല്ലാത്തൊരവസ്ഥയില്. ഹലോ, അതെ, രവീന്ദ്രൻ. ആ, എന്ത്? അങ്ങനെയോ? താങ്ക് ഗോഡ്. വക്കീലെ, വല്ലാത്തൊരു മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു. എന്റെ മകന് മെഡിസിന് സീറ്റ് കിട്ടും. അതെങ്ങനെ? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എല്ലാ ഗവൺമെന്റ് കോളേജുകളിലും 5 സീറ്റ് വീതം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 10 സീറ്റ് അകലെ മാത്രമായ മകന് അതുവഴി മെറിറ്റ് സീറ്റ് കിട്ടും. ഗോൾ അടിച്ചല്ലോ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഓക്കെ. ഡാഡി, എന്നെ ഈ വേഷത്തിൽ കാണാനല്ലേ ഡാഡിക്ക് മോഹം? ഞാൻ ലോ കോളേജിൽ ചേരാൻ തീരുമാനിച്ചു. നന്നായി മോളെ. സത്യത്തിൽ എന്റെ ഡാഡി ഇപ്പോഴാണ് പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയത്. എല്ലാം ഞാൻ ശ്രദ്ധിക്കലുണ്ടായിരുന്നു. സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്കും സന്തോഷമായി. എനിക്കും സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാ ദൈവം ബാധിച്ചൊരു കേസ് കാണുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായില്ലേ?
എത്ര ജീവിതങ്ങളാണ് മാറി മറിഞ്ഞത്.